ദൈവമേ രക്ഷിക്കണേ. Excuse me. Excuse me. Yes. My name is Manu Verma. I got an appointment letter from this office. Can you please tell me whom should I meet? മലയാളിയാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. വാവ്, ഇതിലും ഇംഗ്ലീഷ് ആണല്ലോ. എന്തിനാ വന്നത്? സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റ്. സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. സാർ പ്ലീസ് കം. എന്താ വിളിച്ചേ? സാറേന്നോ? അതെ, സാറേന്ന്. ഇനിയിപ്പോ അക്ഷരമല്ലോ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സാറേന്ന് തന്നെയാണ് വിളിച്ചത്. പ്ലീസ് കം സാർ, വരൂ വരൂ വരൂ. സാറ് ഏതുവരെ പഠിച്ച്? അത് പിന്നെ ഞാൻ ഈ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഇത്ര വലിയ ഡിഗ്രി ഒക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള കാരണം? ആരാ ഈ പുതിയ കക്ഷി? പുതിയ അപ്പോയിന്റ്മെന്റാ? Your good name? മനു വർമ്മ. ഓ, മലയാളിയാണല്ലേ? അല്ല, പഞ്ചാബി. ഇവൻ ആരടാ? ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ് ആയാളാ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് അല്ല, ഡിസ്റ്റിങ്ഷൻ. അത്രയ്ക്ക് സത്യസന്ധനൊന്നും ആവണ്ട. ആര് ചോദിച്ചാലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി. നമുക്ക് ഇച്ചിരി ഗമയൊക്കെ ഇരിക്കട്ടെ. അല്ലല്ല, ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മേളിലാ ഡിസ്റ്റിങ്ഷൻ. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായോ? പുതുതായിട്ട് തുടങ്ങിയതായിരിക്കും. ഞാൻ 82 ബാച്ചാ. എഞ്ചിനീയറിംഗിനോ? അല്ല, 8ാം ക്ലാസ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അല്ല, നമ്മ മറ്റേ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കോ? ഏത് പോസ്റ്റ്? സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിട്ടാ വിളിച്ചിരിക്കുന്നത്. സാർ വരൂ, സാർ വരൂ, വരൂ വരൂ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാവം. എല്ലാവരും എന്തിനാ എന്നെങ്ങനെ നോക്കുന്നേ? അത് അസൂയ കൊണ്ടാ. ഏയ്, ഇത് അസൂയ കൊണ്ടുള്ള നോട്ടമല്ല, ഒരു തരം സഹതാപം കലർന്ന നോട്ടം. മുംബൈയിലൊക്കെ അസൂയോടെ നോക്കുന്നത് ഇങ്ങനെയാ. അല്ല, ഇവർക്ക് എന്തിനാ എന്നോട് അസൂയ? പിന്നെ ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട്. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അസൂയപ്പെടേണ്ട കാര്യം എന്താ? അല്ല, അത് പുതുതായി വന്ന ഒരു പയ്യൻ അവരുടെയൊക്കെ ബോസിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആകാന്ന് വെച്ചാ അവർക്ക് സഹിക്കുവോ? ഏതാനും മണിക്കൂറും കൂടെ കഴിഞ്ഞ പിന്നെ സാർ ആരാ? 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 എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ തന്നെ പറ. ഈ കമ്പനിയുടെ സിഎംഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് വെച്ച സിഎംഒയുടെ സ്വന്തം ആള്. അപ്പൊ പിന്നെ ഈ കാണുന്നവരൊക്കെ സാറിന്റെ കീഴിലാ. സമാധാനായി. ജോലി തീരെ മോശമാവോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനൊന്നും ചിന്തിക്കല്ലേ. പദവിയിലല്ല, അധ്വാനം, അതിലാണ് കാര്യം. അങ്ങനെയുള്ളവർക്ക് ഈ കമ്പനിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതെ 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 അതെ. ഇതുപോലൊരു കമ്പനി തന്നെ ആദ്യം ജോലി കിട്ടുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. ആദ്യത്തെ ഒരു കൊല്ലം പ്രൊബേഷണറി പീരീഡ് അത്രേ. അത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ആക്കി ഒരുക്കല്ലേ. അതിന് യാതൊരു ഉറപ്പില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, കഠിനമായ അധ്വാനം എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. എന്തെല്ലാം പീഡനങ്ങൾ ഉണ്ടായാലും സാറ് പതറരുത്. പീഡനോ? അല്ല, അത് പിന്നെ ഈ പീഡനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രശ്നങ്ങൾ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സാർ പിടിച്ചു നിൽക്കണം. എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിരിക്കണം. അതൊന്നും ഒരു പ്രശ്നമല്ല അണ്ണ. എത്ര കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചേക്കും. ഈ ജോലി എനിക്ക് അത്രയ്ക്ക് ആവശ്യം. സാറിനെ പോലൊരു പോരാളിയെയാണ് ഞാൻ കാത്തിരുന്നത്. എന്താ, എന്തു പറ്റി? അല്ലണ്ണ, കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു. ചെറുതായിട്ട് സംസാരത്തിൽ എവിടേക്കോ ഒരു അപകട സൂചന. അതൊക്കെ സാറിന്റെ വെറും തോന്നല. ടെൻഷൻ ഉണ്ടല്ലേ? സത്യം പറഞ്ഞ നല്ല ടെൻഷനിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇപ്പൊ അതൊക്കെ മാറി. ഞാനൊരു നാട്ടുമ്പുറത്താ ജനിച്ചു വളർന്നത്. പഠിച്ചതൊരു ലോക്കൽ ഇംഗ്ലീഷ് മീഡിയത്തിലും. അതുകൊണ്ട് ഇംഗ്ലീഷ് അല്പം പ്രശ്നം. എഴുതാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ സംസാരിക്കുമ്പോഴൊരു ഫ്ലുവൻസി ഉണ്ടല്ലോ, അത് കുറച്ച് പ്രശ്നമാണ്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എല്ലാവരും മലയാളികള്. ഇപ്പഴാ ഒരു സമാധാനായത്. ഐ ആം സോറി മിസ്റ്റർ മനു, യു മിസ്റ്റേക്കൺ. നോ 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 നോ, യു മിസ്റ്റേക്കൺ എന്നല്ല, യു ആർ മിസ്റ്റേക്കൺ എന്നാണ് പറയേണ്ടത്. ഇതാണ്, ഈ അഹങ്കാരം കൊണ്ടാണ് മലയാളികൾ നന്നാവാത്തത്. ഗ്രാമർ തെറ്റൂന്ന് പേടിച്ച് വാതുറന്നൊന്നും പറയത്തൂല്ല. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറ്റം കണ്ടുപിടിച്ച് കളിയാക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യും. കൺട്രി ഓഫ് ഫെലോസ്. കൺട്രി ഓഫ് ഫെലോസ് എന്നല്ല, കൺട്രി ഫെലോസ്. അതിനിടയിൽ ഓഫ് വേണ്ട. ഞാൻ ഓഫ് ഇടും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓഫ് എടുക്കുകയും ചെയ്യും. അത് എന്റെ സൗകര്യമാണ്. സോറി അണ്ണാ, ഞാൻ ഇംഗ്ലീഷിനോട് താല്പര്യം കൊണ്ട് നശിച്ചു പോണ്ടെന്ന് കരുതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാഷാ സ്നേഹികളായ ചില മലയാളികൾ നടത്തുന്നുണ്ട്
ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ 6 മാസത്തെ സമയമേ അനുവദിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ ഇംപ്രൂവ് ചെയ്യാത്തവരെ ഇവിടുന്ന് അപ്പ തന്നെ പാക്ക് ചെയ്യും. എന്റെ ബോസ് എങ്ങനെയാ? മലയാളിയാ? പുള്ളി മലയാളിയാ, പക്ഷെ പഠിച്ചതും വളർന്നതും എല്ലാം ഓസ്ട്രേലിയയിലായതുകൊണ്ട് വാ തുറന്നു കഴിഞ്ഞാൽ ചറപറ 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 എന്ന് ഇംഗ്ലീഷ് വരും. ഒരുവിധം എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ലേ? അത് കുഴപ്പമില്ല. ഇടയ്ക്ക് തലയിങ്ങനെ വെട്ടിച്ച് 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 പിടിച്ചു നിൽക്കാം. Ali, യെസ്, she's here. എന്റെ അമ്മോ!